നമ്മളുടെ കേക്ക് ഉണ്ടാക്കണ മെറീനി ഉണ്ടല്ലോ, അവൾ തന്നെ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു എന്നുവെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാകണ മാമ്പഴം കുറച്ചുകൂടി ഉണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ പറഞ്ഞേ ഞാൻ വിചാരിച്ചു നീ ചോദിക്കുന്നത് കേട്ടപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിനക്ക് കൊണ്ടുവന്നേരാന്ന് പറയാമെന്ന്. അപ്പോൾ അവൾ പറയും ഇവിടെ മനുഷ്യർ ചൊറിഞ്ഞോടത്തും മാന്താൻ നേരല്ലേ, പിന്നെയാണ് നിനക്ക് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരണേന്ന്. അപ്പോൾ ശരി മാമ്പഴമെങ്കിൽ മാമ്പഴം. അങ്ങനെ അവളുടെ മോൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചെറിയ മാമ്പഴം ഉണ്ടല്ലോ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്ന് 2 ദിവസമായിട്ട് അത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്, ഷോർട്സ് വീഡിയോകൾ നമ്മൾ എടുക്കാറുണ്ടല്ലോ അതിൻ്റെ, സത്യൻ, ജയന്തി, സുമലത, മോഹൻലാലിൻ്റെ ഒക്കെ. അപ്പോൾ അത് ഒരെണ്ണം എടുക്കാനായിട്ട് ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജയന്തി ചേച്ചിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമല്ല, മധുരമുള്ള കറികളൊക്കെ ജയന്തി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, എന്നെ പോലെ തന്നെ മധുരമുള്ള കറികൾ ഇഷ്ടമാണ്, മധുരമുള്ളതും ഇഷ്ടമാണ്. അപ്പോൾ ജയന്തി ചേച്ചിയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വേറൊരു സ്റ്റൈലായിരിക്കും ചിലപ്പോൾ, നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള പോലത്തെ എല്ലാം തോന്നുന്നുണ്ട് അല്ലേ. വരട്ടെ നോക്കാം. അല്ലേ ഈശ്വര. ഇതാണ് ആ മാമ്പഴം. അയ്യോ എന്തൊരു നല്ല മണം. പഴയകാല ഓർമ്മകൾ. സ്കൂൾ പൂട്ടുമ്പോൾ മാമൻ്റെ അവിടേക്ക് നിൽക്കാൻ പോകുമ്പോൾ ഒരു കാറ്റ് ഊതുമ്പോൾ പടപടപടപടാന്ന് തന്നെ സൗണ്ട് കേൾക്കും. അപ്പുറത്തെ വീട്ടിലത്തെ പറമ്പിൽ അവിടെ മാങ്ങ കൊടിയണത്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഓടും പറക്കാം. അപ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥനുണ്ട്, ഒരു ചേട്ടത്തിയാരുണ്ട്, ആൾ ഓടി വരും. അപ്പുറത്തേക്കും പറക്കി കിട്ടണം. ആളെ അവിടെ നിന്ന് കാണുമ്പോഴേക്കും ഞങ്ങൾ ഓടും. ഒരു കാറ്റ് വീശും, ആ കാറ്റില് മുഴുവൻ ഇത് വീഴും. എന്നിട്ട് ഇങ്ങനെ ഉടയ്ക്കും, എന്നിട്ട് ഇതിന്റെ അറ്റന്ന് കടിക്കും, എന്നിട്ട് ഇങ്ങോട്ട് വലിക്കും. അത് ഞാൻ ചെയ്യാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. പല്ലിന്റെ ഇടയിലൊക്കെ അതിന് ഞാനിരിക്കും. പിന്നെ അതൊരു പണിയാ, അത് വലിച്ചു കളയല്. ഇത് കുറെ തിന്നിട്ടല്ലേ ഒരുമിച്ചല്ലേ വലിക്കണ്ടോ. കാരണം പരമാവധി ഇങ്ങനത്തെ ഞാൻ കഴിക്കാറില്ല. അല്ലാണ്ട് തൊലിയപ്പനും ഒക്കെ വീഴും. തൊലിയപ്പനൊക്കെ ഇല്ലേ മറ്റേ, അത് തൊലി ചെത്തി ഇരുന്ന് കഴിക്കും. അപ്പൊ ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴം ഇത് ഇത്രയ്ക്ക് വേണം. അല്ല ബാക്കി എടുക്കാം, ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കാം. പിന്നെ വെള്ളരിക്ക ഇടും. വെള്ളരിക്കയും ശരിക്കും മാമ്പഴം തന്നെ വെക്കാം. വെള്ളരിക്ക ഒരു ബലത്തിന് കൂടെ കിടുമ്പോ ഒരു ബലം കിട്ടാൻ വേണ്ടി. എന്റെ അമ്മ ഉണ്ടാക്കുമ്പോ ഇതിലേക്ക് മറ്റേ വലിയ മാമ്പഴം വാങ്ങിക്കും, അല്ലെങ്കിൽ വേറെ മാമ്പഴത്തിന്റെ അത് പൂണ്ടിട്ട് അതിന്റെ കഷ്ണങ്ങളാണ്. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, അല്ലെങ്കിൽ പിന്നെ അമ്മ പപ്പായ പഴുത്ത് ഇടും. എന്നിട്ട് പിന്നെ എന്ത് നല്ലോണം കഴിച്ചിട്ട് തുടങ്ങിയാൽ മതി. കഴിച്ചോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ മെറീനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് കേട്ടാ. ആദ്യം അത് വേണ്ട, കഴിച്ചോ, വേണ്ടേ, അവസാനം ബാക്കിയുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ തൊലി വലിച്ചു കളയുന്നു. വലിച്ചു കളഞ്ഞിട്ട് ആ വെക്കേണ്ട പാത്രത്തിലേക്ക് ഇടാം. വെക്കണത് ഇതിലല്ലേ? തേച്ച് കഴുകിയ ചേട്ടൻ, സോപ്പിട്ട് കഴുകിയ. പക്ഷെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇല്ലേ മാമ്പഴം കഴിക്കണത് എനിക്കിഷ്ടമല്ല, അതിൽ തണ്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് കുറെ പേർക്ക് ഇഷ്ടം. വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ്, എനിക്ക് പക്ഷെ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അതിലത്തെ മാമ്പഴ കഷ്ണങ്ങൾ അമ്മ ഇടും. അപ്പൊ ഞാൻ അതെടുത്ത് കഴിക്കുക. നൊസ്റ്റ ഞാൻ മാമ്പഴ പുളിശ്ശേരി പക്ഷെ കഴിച്ചിരിക്കുന്നത് ഇവിടെ ഗിരിയുടെ വീട്ടിൽ വന്നിട്ട് കേട്ടോ. അങ്ങനെ മാമ്പഴം മോരുകറി വെക്കാന്നല്ലാതെ മാമ്പഴ പുളിശ്ശേരി പോലെ ഇങ്ങനെ ഉള്ളത്. കാരണം ഞങ്ങൾക്ക് അവിടെ അത്ര ഇങ്ങനെ ഇതില്ല, മാമ്പഴക്കറി വെക്കാൻ വെച്ചാൽ വലിയ ഇതില്ല. അമ്മയും ഗിരിയുടെ പെങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്പേർട്ടാട്ടോ. ഭയങ്കര ചേച്ചി 1 വർഷം വരെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കും. കാരണം ഈ മാമ്പഴം എടുത്ത് അതിനെ പുഴുങ്ങിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചും അല്ലാണ്ട് ഫ്രീസറിലൊക്കെ വെച്ച് എന്നിട്ട് തോന്നുമ്പോൾ ഉണ്ടാക്കും. ഈ മാങ്ങക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ കറി. ചിലപ്പോൾ ചക്കക്കുരു ഇടും കേട്ടോ അതില്. ഒരു ബലത്തിന് ഞാൻ പറഞ്ഞില്ലേ, ചക്കക്കുരും ഇടും. എന്തോരം വേണം നമുക്ക്? അത് ഇരുന്നോട്ടെ, ഇവരൊക്കെ കഴിക്കണവരുണ്ടാവില്ലേ.
കഴിക്കും. മാങ്ങണ്ട് കഴിക്കില്ല. കഴിക്കും, എല്ലാവരും അപ്പോൾ കഴിക്കും. ഇടാം. അപ്പം ഈ നാളികേരം മതിയാവോ? ആ തൈരുണ്ടല്ലോ, മതിയാവും. നാളികേരല്ലേ വേണമെങ്കിൽ ചേരണ്ടല്ലോ. എല്ലാവരുടെ കൂടിയും ചേട്ടനോട് വേണമെങ്കിൽ ചെറുക്കാൻ പറയാം. ചേട്ടൻ ഒരു നാളികേരം കൂടിയും. മതിയാ? മതി, അത് മതി, നമുക്ക് കഴിക്കണ്ടേ. ആ അത് മറന്നു. ഇങ്ങനെ ഉടച്ചു കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ ഉള്ളിലത്തെ സർവ്വ സത്തും ഇതിലേക്ക് പോരും. ഇതിന്റെ ഈ തോലും മധുരണ്ടിട്ടാ. ശശിയേട്ടൻ തന്നെ അല്ലല്ലേ, പ്രേമേട്ടനുണ്ട്. തോലും തിന്നാട്ടോ. അതെ, കഴിപ്പില്ല അല്ലേ? ഏയ് കഴിക്കണില്ല. ഓ ഇത് പൊന്നോ, ഇത് കാണുന്നവരുടെ മുഴുവൻ വായിൽ വെള്ളം വരുന്നുണ്ടാവും ഇപ്പോ. എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടാവോ? എന്നിട്ട് ഇങ്ങനെ കേൾക്കൂല. അപ്പം ഇതിൽ വരും, അപ്പം നോക്കും. കഴുകാം. ആഹാ, നിന്റെ കൊതി പറ്റുമോ? പ്രേമേട്ടാ, അല്ല പൊക്കോളോ. മാമ്പഴം വേണോ? മാമ്പഴം അല്ല കാണിക്കാനല്ല, കഴിക്കണോന്ന് ചോദിച്ചതാ. വെള്ളരിക്ക. അടുത്തായിട്ട് വെള്ളരിക്ക എടുക്കുന്നു. വെള്ളരിക്ക അരിയാനായിട്ട് ഇത് കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ആ ചേച്ചിക്ക് അതിന് ഇത് വേണ്ടല്ലോ, പലക. വേണ്ട വേണ്ട വേണ്ട. ഇതിന് കയ്പുണ്ടോ നോക്കണ്ടേ? കയ്പില്ല. പ്രേമേട്ട എനിക്കുള്ള സാധനം കൊണ്ടാണ് വരുന്നത്. താങ്ക് യു. കൊറേ സാധനങ്ങള്, ടച്ചിങ്സിന്റെ സാധനങ്ങള് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ചെറുകൊക്കെ ഓർമ്മയുണ്ടാ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് കൊണ്ടുവന്നവര് ഇത് കാണുന്നു, നമ്മുടെ ചാനൽ കാണുന്നവരല്ലോ. മാമ്പഴം വേണേ 2 എണ്ണം ബാക്കിയുണ്ട്. നിർബന്ധിക്കണില്ല കേട്ടോ, പക്ഷേ മാമ്പഴം കഴിക്കാൻ. ഫോൺ വിളി. ഉടക്കി കൈ കൊണ്ട് ഇങ്ങനെ 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 കറക്ക്. ഇല്ലില്ല, അങ്ങനെയല്ല, ഇങ്ങനെ 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 ആ അങ്ങനെ. എന്നിട്ട് അതിൻ്റെ തുമ്പ് കടിക്കുക. വാ, എന്നിട്ട് അതിങ്ങോട്ട് വലിച്ചു കുടിക്കുക. അതൊക്കെ എനിക്കറിയാം, പക്ഷെ പേടി ഇപ്പോഴും തന്നെ മേത്താവും. ഓ പിന്നെ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് അത് അല്ലെങ്കിൽ അവിടെ കടിക്കണ്ട, അടി കടിച്ചാൽ മതി. അതിപ്പോ കഴിയും. അപ്പൊ ഒരു ഭാഗത്ത് കൂടെ അത് കഴിയും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി കുറച്ചിടണുള്ളൂ. ഇനി പച്ചമുളകിന്റെ എരിവാണ് ഇതിൽ നിൽക്കുക. പിന്നെ ഉപ്പ്. മുളക് പൊടി ഇട്ടില്ലെങ്കിലും മഞ്ഞച്ചിരിക്കുന്നു മാത്രം കറി. പക്ഷെ അതും അങ്ങനെയും വെക്കാം. മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപ്പിട്ടുള്ളൂ. ഉപ്പിട്ടു. വെള്ളം ചേട്ടൻ അടുപ്പൊക്കെ കത്തിച്ച് സെറ്റ്. അതൊരു പട്ട വീണത് അപ്പുറത്തെ പറമ്പിലത്തെ. അതേനി പട്ടനെ ഇവിടെ ഇത് ഇത്ര കലത്തെ എങ്ങടാ വന്ന് വീണ കാറ്റത്ത് തിരിഞ്ഞ്
ഇങ്ങോട്ടൊന്നും ഈ വേറെ ഒരു സാധനത്തിന് കിട്ടില്ലല്ലോ കിട്ടില്ല അല്ലേ? കിട്ടില്ല. ഇതിന് ഭംഗി ഇങ്ങനത്തെ 2 തണ്ട് കറിവേപ്പിലിട്ടു. വേറെ വിറകില്ല കേട്ടോ അജുട്ടാ. അത് തിളച്ച് വറ്റണം. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തു. അപ്പൊ ഊറ്റാൻ പോവാട്ടാ. അംഗങ്ങൾ കൂടി വരുന്നു. നമ്മള് 2 പേര് മാത്രമുള്ളപ്പോ ഈ കുടില് ധാരാളമായി. സ്ഥലം ഇല്ലാണ്ടായ പോലെ സോറി. ഇതൊക്കെ കളഞ്ഞോ? അല്ല അതൊക്കെ മാറ്റിക്കുന്നു. അരി വെന്തിട്ടില്ല ചേട്ടാ. ചേട്ടാ അരി വെന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഊറ്റാൻ തരും. ഞാൻ ഭാഗ്യം അതൊന്നും ഞെക്കി നോക്കിയത്. കുഴയാനായിട്ട് വേവണ്ട ആദ്യം. അജുട്ട ശർക്കര ഉണ്ട് തോന്നില്ലേ? പുളിശ്ശേരിക്ക് മധുരം ഉണ്ടെങ്കിലും കുറച്ച് ശർക്കര ഇടും. അതെ, മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും കുറച്ച് ശർക്കര കുറച്ചും കൂടി ഇടും. മതിയാവും. ഇനി തേങ്ങ അരക്കാം. അധികം തീ വേണ്ട, തേങ്ങ അരച്ചുകൊണ്ടിരാം. അപ്പൊ ഇതിലേക്കുള്ള നാളികേരം അരയ്ക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 നാളികേരമാണ് ചെരുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പോരാ. അപ്പോൾ കുറച്ചും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് എന്തോരം വേണം ചേച്ചി? അതിൻ്റെ കുറച്ച് മതി. മതിയാവോ? മതിയല്ലേ? മതിയാ നോക്കിയേ. മതി. പച്ചമുളക് ഇട്ടു. പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടാ. ജീരകം 4 മതിയാ പച്ചമുളക്? അത് മതി. മറ്റേ നമ്മൾ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ. തൈര് ചേർത്തിട്ടാണ് അരക്കുക. വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അരക്കും. ഇനി നല്ല കട്ട തൈര്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് അരച്ചിട്ട് ഞാൻ വരാം. വെള്ളം അപ്പോഴേക്കും ഇത് വറ്റിക്കോളും. വെള്ളം നന്നായി ഇതായിട്ട് അപ്പോൾ ഈ കറി ഇത് തൈരും ഇത് മാത്രം മതി. അതെ, ഒഴിക്കാല്ലേ? അരച്ചത് ഒഴിക്കാണ് കേട്ടാ. പുളി നോക്കി. പുളി അങ്ങനെ പറയാൻ മാത്രം പുളിയൊന്നും ഇല്ല. ചേച്ചി നോക്കി നോക്ക്. ജാറ് കഴുകി ഒഴിക്കട്ടെ ഇത്തിരി വെള്ളം. കൊണ്ടുവന്ന പൊക്കുവട. തീ വേണ്ട അജുട്ടാ, അതിലിരുന്നോട്ടെ. നോക്കിയാ ഇതിൻ്റെ സ്വാദ് നോക്കിയാ അത് കഴിക്കണതിന് നോക്കിയാടാ. പുളിയാ? എന്താ ഉപ്പ് കുറവ്. പുളി മധുരം കുറച്ചുകൂടി ആവാം. പുളി പാകം. മധുരം വേണം. അപ്പോൾ ഇത്തിരി കൂടി ആവാന്ന് തോന്നുന്നു മധുരം. ചേച്ചി നോക്കി നോക്കിയേ. എനിക്കിഷ്ടമാണ് മധുരം. എനിക്കും ഇഷ്ടമാണ് മധുരം. അപ്പം പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. മതി. അയ്യോ, അതധികാവില്ല. കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൈസയായി. ഇനി കടുക് വറുക്കാം. പരപ്പൊഴിച്ച് തിളക്കരുത്. തിളയ്ക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കണം. യെസ്, വരാൻ നോക്കുമ്പോൾ കാച്ചണം. മറ്റേ സാധനം എടുക്കായിരുന്നു, കറുത്ത ഇത് പിടിയുള്ളത്. വാവ്, ഇങ്ങനെയുണ്ട് ഇപ്പോൾ. സൂപ്പർ. ഇത് നമ്മളെന്നെ കഴിച്ച് തീർക്കേണ്ടി വരും കേട്ടോ. അടിയാവാഞ്ഞാൽ മതി.
അടിപൊളി. ഇപ്പഴാ മധുരം പാകയ. ഇപ്പോഴും മധുരം പാകമായി. ആ ശർക്കരപ്പൊടി നല്ല മധുരം കുറവാ. അത് ഒറിജിനലാന്ന് അത് തോന്നിട്ടോ. മഹിമയുടെ അത് കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ചായക്ക് പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാനൊക്കെ അങ്ങനെയാ അത്. പണ്ട് ശർക്കര എടുത്ത് കട്ട് തിന്നിട്ട് ഓടില്ലേ, അത് അങ്ങനെ തേങ്ങ ശർക്കര. ചെലപ്പോ കട്ട് തിന്നൊന്നും വേണ്ട, തരിയായിരിക്കും. പക്ഷെ ആ കട്ട് തിന്നൊരു സ്വാദ് വേറെയാണല്ലോ. അത് എടുത്തിട്ട് ഒരു പോക്കുണ്ട്. ശരിയല്ലേ, കുറച്ച് പിടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കഴിക്കണേനേക്കാളും കട്ട് തിന്നണേന്റെ സ്വാദ് വേറെ. ഒന്നും പറയില്ലായിരിക്കാം, പക്ഷെ എന്നാലും ആ ഒരു ഇത് ഭയങ്കര. അപ്പൊ ഇത് ഇറക്കാല്ലേ? ഇറക്കാം. തുണി എടുത്തിട്ടില്ല ചേട്ടൻ? തുണി വേണ്ട, ചൂടൊന്നുമില്ല. അത് ഇതൊക്കെ എന്ത് കാച്ചാൻ പോവാണ് കേട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു. അല്ല വറ്റൽ മുളക് വേണ്ടേ? ഇനി അതെടുക്കാൻ പോണല്ലോ. കേട്ടോ, കടുകും ഉലുവയും. കടുക് പൊട്ടി കഴിയുമ്പോഴാ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉലുവ കരിയും. ചേട്ടത് എടുക്കാൻ തയ്യാറായിട്ട് നിന്നോട്ടാ. ഇത് പെട്ടെന്ന് കരിയും അല്ലെങ്കിൽ. ഉലുവ, ഉണക്കമുളക് ഇടാല്ലേ? ഇട്ടോ ഇപ്പൊ കരിയും. കറിവേപ്പില, ഉണക്കമുളക് ഉപ്പിടണം. ഉണക്കമുളക്, കറിവേപ്പില. ഓക്കെ. നമ്മളായിട്ടുള്ള വെക്കണ വ്യത്യാസം ഇത്ര ഉള്ളോ? വെള്ളരിക്ക് ഇട്ടു, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസം. അരി എന്തുണ്ടാവായിരിക്കുംല്ലേ? കുറച്ചുകൂടി എന്തുണ്ട് എന്തിങ്ങനെ കൂടി കൂടി കിടക്കുമ്പോ ചെലപ്പോ എന്തോ ചൂട് കൊണ്ടിട്ടേ നടന്ന് തവിട് പൊടി. ഇപ്പൊ നല്ല ചൂടാ പുറത്ത്, നല്ല വെയില്. പക്ഷെ ഇവിടെ ഇത് കാരണം തോന്നുന്നില്ല. പക്ഷെ എന്നാ ഭയങ്കര ചൂട് പെയ്യുണ്ട് ഇതുപോലെ. അതെ, ചൂടുണ്ട്. ഈ ഓട്ടയുള്ള കാരനാണോ ചൂട് കാറ്റ് വരണേ? ഇവിടെ പക്ഷെ ചൂട് കുറവാട്ടാ, ചുറ്റും മരല്ലേ. ദേ ഈ നിക്കണ മരം. നമ്മളെ കൂട്ടാനുകളൊക്കെ വെച്ച് പോകുന്നുണ്ട്. ജയന്തിര മാമ്പഴ പുളിശ്ശേരിയാണ്. ഞങ്ങളെല്ലാവരും ചോറിനാൻ പോവാണ്. ഇത് സരിത ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ചോറിന്. പിന്നെ പപ്പടം കിപ്പടം കാച്ചിയിൽ ഞങ്ങൾ സമയം ഷൂട്ടിങ്ങിൽ തവിടുപിടി സമയം 3:15 എല്ലാവരും വിശന്ന് തവിടുപിടി ഇരിക്കുക. ചോറ് വിളമ്പാണ്. ഇവര് മൂന്ന് പേര് മലയാറ്റൂർക്ക് പോയി. അതിങ്ങനെ എടുത്താൽ മതി. നീ കൂട്ടാനൊക്കെ വിളമ്പി, ഞാൻ വിളമ്പി കൊടുക്കാം. ചോറിന്റെ ടേസ്റ്റ് ബാംഗ്ലൂർ ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ട് ഫുഡ് പാർസലായിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. ഈ ജയന്തിര മാമ്പഴ പുളിശ്ശേരിട്ടാ. ആദ്യം പ്രേമന വിളമ്പാ. ഏറ്റവും മൂത്തതിലും ഏറ്റവും മൂത്ത ശേഷിയാണ് കേട്ടോ. 57 വയസ്സ് വയസ്സടക്കം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രേമല്ലേ, തേർഡ് ഞാനല്ലോ.
ജയന്തി ഇതാണ് എന്തുവാ ജയന്തിക്ക് ഇപ്പൊ വേണ്ട എനിക്ക് ഇത് വേണ്ട ഇത് വാങ്ങിയ എന്താ ജയന്തി ചോദിക്കാതെ ഞാൻ കഴിക്കണ്ട് അജേട്ട് മലമ്പി എന്നാ ശരി അത് കൈ കളിച്ചു അതെ സുഭാഷ് മധുരയുടെ എനിക്ക് തന്നെ ഈ മാങ്ങ പിന്നെ എന്തിനാ എനിക്ക് വിളമ്പിയേ അത് കയ്യിൽ പണ്ട് ഒരു സദ്യയിൽ ഒരു കുട്ടീന്ന് കരയായിരുന്നു മുമ്പേക്ക് 3 ഇല അപ്പുറം പോകാത്തതാണ് മാമ്പഴം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് ഇങ്ങനെ തെറിപ്പിക്കില്ലേ ഇതെന്റെ 2 ഇല പോയിട്ടുള്ളൂ. അപ്പൊ ജയന്തിയുടെ മാമ്പഴ പുളിശ്ശേരി അടിപൊളി കഴിഞ്ഞിട്ടാ നല്ല രസമുണ്ട്. സൂപ്പറായിട്ട് എന്ത് വാങ്ങിയത് എങ്ങനെയുണ്ട് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും എല്ലാവരും. അടിപൊളിയുണ്ട്. അടിപൊളി അടിപൊളി. ചിക്കൻ പെരട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇതിങ്ങനെ ഓരോരോ പീസ് എടുത്തിട്ട് പറ്റാണോ? ആ ഒന്നും വേണ്ടത് പെരട്ട്, അതാണ് ചിക്കൻ പെരട്ട്. ചൂടും ചോറും വാഴലയും അല്ലേ ഭയങ്കര ടേസ്റ്റി. ഹായ് അന്തസ്. എങ്ങനെയുണ്ട് ജഗ്ഗു? ജഗ്ഗുൻ്റെ ഇതിൽ നോക്ക് വിളമ്പിയേക്ക് വെച്ചേക്കണത് ചോറിനേക്കാളും അധികം കൂട്ടാനുണ്ട്. അവന് മോര് കൂട്ടാനും ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഏത് കാലത്തും ഫേവറബിൾ ആയിട്ടുള്ള സാധനമല്ലേ, അല്ല ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ശരി ഒരുവിധം എല്ലാവർക്കും ഈ അമ്പലത്തിൽ കൂട്ടുന്നേ എന്ത് കളറാണ് രസക്കാലം. തൈര് ഒഴിച്ച് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ്. ഹലോ അമ്പലത്തിൽ പുളിങ്കറിയില്ല പുളിശ്ശേരി രസക്കളൻ രസക്കള പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി ആ 3 കൂട്ടം വരെ